എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ ഓണമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി അന്നത്തെ ഡേ അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. ഏട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ മരവും ചെടികളൊക്കെ നിറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. നമ്മളെപ്പോലെ ടൗൺ അല്ല, പക്ഷെ അവിടെ നല്ല രസമാണ്. സ്ഥലങ്ങളും കോഴിയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ വണ്ടി അപ്പോൾ ഞാൻ കാണിച്ചത്. പിന്നെ ഏട്ടൻ്റെ അച്ഛന് വയ്യാത്തതാണ്. അപ്പോൾ ആളൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഇപ്പോൾ വയ്യാതെ കിടക്കൊന്നുമല്ല, അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മോനെ അവിടെ പോയി കളിക്കുകയാണ്. അപ്പോൾ അവനെന്തൊക്കെയോ പറഞ്ഞ് അവരുടെ കൂടെ ഇങ്ങനെ ഭയങ്കര കളിയും ഓട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊന്നും വേണ്ട ആൾക്ക്, കളിക്കാനും ഓടാനും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടന്നോളും. പിന്നെ ഇത് അവിടെയുള്ള ഒരു ഇരിക്കണ ചെയറാണ്. ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ആടാട്ടോ ഇരുന്നിട്ട് നല്ല രസമാണ്. പണ്ട് കാലത്തൊക്കെ കാണില്ലേ അതുപോലത്തെ ഒരു ഐറ്റാണ്. ഇത് മിററാണ്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ അപ്പോൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ വലിച്ചിട്ടോ എടുത്തിട്ടൊക്കെ അങ്ങനെ ഇട്ടതാട്ടോ. ഇത് പണ്ട് ഞങ്ങൾ മാരേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പുതുക്കത്തിൽ ഏട്ട വരച്ചിട്ട ഒരു പിക്ചറാണിത്. ഏട്ട നന്നായിട്ട് വരയ്ക്കും കേട്ടോ, നല്ലൊരു ആർട്ടിസ്റ്റാണ് ആൾ. അങ്ങനെ ഫ്രീ ടൈമിലിരുന്ന് വരച്ചിട്ടുള്ള ഒരു ഭംഗിയുള്ള 2 ബേർഡ്സാണിത്. ആൻഡ് ഇത് നമ്മുടെ മാരേജിൻ്റെ സമയത്ത് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേരെടുത്ത് ഞങ്ങൾ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അമ്മായിയമ്മയുടെ നൈറ്റിയാണ്, എൻ്റെ മദർ ഇൻ ലോൻ്റെ നൈറ്റിയാണ്. ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ജസ്റ്റ് അത് എടുത്തിട്ടു എന്ന് മാത്രം. ഞങ്ങൾ രണ്ടാളും മുകളിലേക്ക് പോവാണ്. മുകളിൽ ഇവരുടെ കുട്ടി പച്ചക്കറി കൃഷിത്തോട്ടമുണ്ട്. ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ പോയി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, ഏട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ പോയി കാണാൻ വിചാരിച്ചു. മുകളിലൊക്കെ മഴയൊക്കെ ആയിട്ട് നല്ല വെള്ളമൊക്കെയാണ്. ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഇങ്ങനെയാണ് കേട്ടോ അവിടെ. ഇത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് അങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിലൊക്കെ നല്ല രസമാണ് കേട്ടോ അത് കൂടെ നടക്കാനും ഇതൊക്കെ. ഇപ്പോൾ അവർ ഇതങ്ങനെ പന്തൽ പോലെയൊക്കെ കിട്ടി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇവർ 2 പേരും കൂടിയിട്ടാണ് കേട്ടോ, അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ചെയ്തിരിക്കണേ. അവിടെ നോക്കൂ, ഞാൻ പതുക്കെ പതുക്കെ ചവിട്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ വഴുക്കി വീണാലോ. ഇത് കണ്ടില്ലേ? ഇതൊക്കെയാട്ടോ ഉള്ളത്. വെള്ളരിക്കയുണ്ട്, പിന്നെ നമ്മുടെ കൈപ്പക്കയുണ്ട്. കൈപ്പക്ക നിറയെ ഉണ്ടായിട്ടുണ്ട്. വെള്ളരിക്ക കുറച്ചൊക്കെ അവർ എടുത്തു കേട്ടോ. ഇത് കുറേ എടുത്ത ശേഷമുള്ളതാണ്, വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ കൈപ്പക്കയും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഡെയിലി അവർ യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വീണ്ടും ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ചെണ്ണം തന്നു വിട്ടിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെ കുറച്ചെണ്ണം കൂടെ വെക്കണമെന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള പച്ചക്കറി നമ്മൾ വീട്ടിൽ തന്നെ വെച്ചാലേ അപ്പോൾ പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ്ടെന്നല്ല, അതിനേക്കാളും വിഷം ഇല്ലാത്ത ഐറ്റംസ് കഴിക്കാമല്ലോ. പിന്നെ ഇത്ര അടിപൊളിയായിട്ട് ഞാനൊക്കെ ഒരു ചെടി കൊണ്ടുപോയിട്ട് എവിടെയും നട്ടു വെച്ചാലും അത് കരിഞ്ഞു പോകാറേ പതിവുള്ളൂ സാധാരണ, അല്ലാതെ വളർന്ന് കിട്ടിയിട്ടേ ഇല്ല എനിക്ക്. പക്ഷെ ചില ആൾക്കാരുടെയൊക്കെ കൈപ്പുണ്യമാണെന്ന് തോന്നുന്നു. നന്നായിട്ട് ആ അച്ഛൻ്റെയൊക്കെ നല്ല കൈപ്പുണ്യം ഉണ്ടാവും ചിലപ്പോൾ നന്നായിട്ട്. അതേപോലെ എൻ്റെ അമ്മമ്മയുടെയൊക്കെ കൈപ്പുണ്യം, അവരും ചെടികളും മരമൊക്കെ വെച്ച് സൂപ്പറായിട്ട് വളരും. ഞാൻ വെച്ചാൽ ഒന്നും വളരത്തില്ല. ഇനി വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് പോണേ. താങ്ക് യു സോ മച്ച്.